ഇന്ന് ഞാൻ ഈ അടുക്കള നിൽക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണൂല്ലേ, ഞാൻ ഇന്ന് ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. എന്നാന്ന് വെച്ചാൽ പുറത്ത് നല്ല മഴയൊക്കെ തകൃതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ തൊട്ടേ മഴ, 2-3 ദിവസമായിട്ട് മഴ തന്നെയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല തണുപ്പാണേ, പുറത്തും അകത്തും എല്ലാം നമുക്ക് ഭയങ്കര തണുപ്പാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കട്ടൻ ചായയുടെയൊക്കെ കൂടെ ഒരു ചെറിയൊരു പലഹാരവും കൂടി ഒന്ന് കടിച്ചു കൂട്ടാനുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. എനിക്കും ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഒരു വെറൈറ്റി ഒന്നുമില്ല, എൻ്റേതായ രീതിയിൽ ഞാനൊരു പലഹാരം ഉണ്ടാക്കാൻ പോകട്ടോ. നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് നമ്മളെ മസാല ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒരു ഐറ്റം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആദ്യക്കുട്ടനെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, ഇവരെ കൊണ്ട് TV ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് വന്നത്, പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ എങ്ങും ഇരിക്കത്തില്ല, വീഡിയോ പിടിക്കുന്നിടത്തേക്ക് ഓടി വന്നു. അമ്മ നീങ്ങിരിക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടിക്കകത്ത് വെക്കാനായിട്ടുള്ള നമ്മുടെ ഐറ്റമാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഇങ്ങനെ നീളത്തിൽ കണ്ടിച്ചെടുത്ത് സബോള എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഗോതമ്പ് പൊടിയാണെങ്കിൽ ചിലർക്കത് ഭയങ്കര പെട്ടെന്ന് വയറിന് ഗ്യാസൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു കുറച്ചൊക്കെ ഒരു മയം വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കരിയാപ്പിലയും കൂടി ഒക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ, അടുപ്പേ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചീനിച്ചട്ടി ചൂടായപ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ ഈ സവോളേനെയൊക്കെ ഇരുന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. ഒരു സവോളയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റണേ. ഒത്തിരി കറുത്തും പോകണ്ട, എന്നാൽ കുറച്ചൊന്ന് വഴറ്റിയെടുക്കുക. തീ കുറച്ചിട്ടിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ആദ്യക്കുട്ടനെ ഇവിടെ കിടന്ന് നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും കേട്ട് കാണൂലേ, ആദ്യക്കുട്ടനെ നന്നായിട്ട് പറയുന്നുണ്ട്. അത് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ സവോളയ്ക്ക് അതേക്ക് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ നമുക്ക് പറ്റുവേ. നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കി കുറച്ചും കൂടിയൊക്കെ ഒന്ന് നന്നായിട്ട് കളറൊക്കെ വന്നോട്ടെ കേട്ടോ. സവോളയൊക്കെ ആകുന്ന സമയത്തുണ്ടല്ലോ, അതവിടെ കിടന്ന് ആയിക്കോട്ടെ. ആ സമയത്തിന് നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടി മാവിനകത്തേക്ക് ശകലം ഉപ്പും കൂടെ ചേർക്കണേ. നമ്മൾ ശകലം പൊടിക്ക് ഉപ്പും കൂടെ ചേർക്കണേ. സവോളയ്ക്കുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. മാവിനകത്തുള്ള കുറച്ച് ഉപ്പും കൂടെ നമ്മളൊന്ന് ചേർക്കണേ. കുറേശ്ശെ ചേർത്താൽ മതി കേട്ടോ, കാരണം ഉപ്പ് കൂടിപ്പോയാൽ കുഴപ്പമാണല്ലോ. അതുകൊണ്ട് നമ്മൾ കുഴച്ച് നോക്കുന്നതനുസരിച്ച് നമുക്ക് ചേർത്താൽ മതി കേട്ടോ. കുറച്ചൊന്ന് ചേർക്കുക. അതിനകത്തേക്ക് നമ്മൾ ശകലം വെള്ളം ഒഴിച്ച് നമ്മളതിനെ കുഴച്ചെടുക്കാം കേട്ടോ. ഒന്ന് കുഴച്ചെടുക്കാവേ. നന്നായിട്ട് കൈ കൊണ്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ഈ പരുവമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ, ചൂടൊക്കെ ആയാലും കുഴപ്പമില്ല, എന്നാലും ഞാൻ ഈ പരുവത്തിൽ എടുക്കുക കേട്ടോ. ഈ പരുവമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും നമുക്കതിനകത്തേക്ക് ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. ഒത്തിരി എരിവ് വേണ്ട, എരിവിനനുസരിച്ച്, എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അതിനകത്തേക്ക് നമുക്കൊരു ലേശം ചിക്കൻ പൊടി, ഒരു ശകലം, ഒരു 1/2 സ്പൂണൊക്കെ മതിയായിരിക്കുമേ. 1/2 സ്പൂൺ ചിക്കൻ പൊടിയൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്കിതിനെ വാങ്ങാം കേട്ടോ. ദോശക്കല്ല് അടുപ്പ് ഗ്യാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും നമ്മൾ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ദോശക്കല്ലുള്ളതുകൊണ്ട് നമ്മൾ കൂടുതലും ദോശക്കല്ലിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മാവ് എണ്ണയൊക്കെ പുരട്ടി വെച്ചേക്കുന്ന ദോശക്കല്ലിലേക്ക് ചൂടായി കഴിയുമ്പോൾ ഇങ്ങനെ കുറേശ്ശെ നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കണേ. എന്നിട്ട്
ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതിയേ. ഈ നമ്മുടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. ഇങ്ങനെ പരത്തിയതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഇത് ചേർത്ത് വെച്ചിരിക്കുന്ന സബോള എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. സബോള എല്ലാം കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കണേ. കൂടുതലും ഇവിടെ ഇങ്ങനെ മധുരമുള്ള പലഹാരങ്ങളാകട്ടെ കൂടുതലും ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് ഒരു സബോളയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇതിങ്ങനെ ഒന്ന് പതിയെ ഒന്ന് പൊക്കി നോക്കിയാൽ നമുക്കറിയാം കേട്ടോ. ചോറ് ഇളകുന്നുണ്ടെങ്കിൽ നമുക്കിതിനെ പതിയെ ഇങ്ങനെ ഒന്ന് മറിച്ച് വയ്ക്കാവേ. അപ്പോൾ അത്യാവശ്യത്തിന് കട്ടിയൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇരിക്കുവേ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്തതും കൂടി ഉണ്ടാക്കാം കേട്ടോ. മറ്റേതും ഇങ്ങനെ ഇങ്ങനെ മാവിങ്ങനെ പരത്തി വെച്ചിട്ട് നമ്മൾ ആ ഉള്ള സബോളേനെയും കൂടി ഇങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഉള്ള സബോളയും കൂടെ ചേർത്തിങ്ങനെ എടുക്കുവാണേ. എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ ആദ്യം ഉണ്ടാക്കിയ നമ്മുടെ അട നമുക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, അത് ഒന്നുകൂടെ വേവിക്കാനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമുക്ക് ഒരു സമയത്ത് തന്നെ രണ്ടും നമുക്ക് വെന്ത് കിട്ടുവേ. അങ്ങനെയും കൂടി ഒരു ടിപ്സ് ഇതിനകത്തുണ്ട് കേട്ടോ, നമുക്ക് സമയവും ലാഭിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ഗോതമ്പ് അട റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഞാനിത് കൊച്ചിന് കഴിക്കണോ? ഇന്ന് കൊച്ചു കഴിച്ചു നോക്കിയേ. കൊച്ചു കഴിച്ചു, ഈ പാത്രത്തിൽ കഴിച്ചോ? ഞാൻ സാരമില്ല, കൊച്ചു കഴിച്ചു, പൊട്ടിപ്പോകാതെ ഞാൻ പിടിച്ചോളാം. കൊച്ചെടുത്ത് കഴിച്ചു. ഇല്ലെന്നേ, എന്നാൽ ഞാൻ ഇച്ചിരി മുറിച്ച് തരാം കേട്ടോ. സൂപ്പറാണോന്ന് പറ, നല്ല സൂപ്പറാണോന്ന് പറ. നല്ല സൂപ്പറാണ്, അതെ വീഡിയോ നോക്കി പറ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. അമ്മയല്ല, കൊച്ചു പറ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ബൈ പറഞ്ഞേ.